2024 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ നടുറോട്ടിൽ വെച്ച് കണ്ടുമുട്ടിയാൽ എന്തുണ്ടാകും? ഉറപ്പായും അവർ തമ്മിൽ പൊരിഞ്ഞ തല്ലുണ്ടാകും. കാരണം അന്ന് പ്രതിപക്ഷത്തിരുന്ന് വൻ അഴിമതി എന്ന് വിളിച്ചുകൂവിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മുഖ്യമന്ത്രി കസേരയിലിരുന്ന് വികസനം എന്ന പേരിൽ അദ്ദേഹം ഒപ്പിട്ടുവിടുന്നത്. UDF ഇപ്പോൾ U-Turn ഡെമോക്രാറ്റിക് ഫ്രണ്ടായി മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ ആ ഡബിൾ റോൾ കളി എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, കോൺഗ്രസ്സുകാർ പാടി നടന്ന നിലപാടുകളുടെ രാജകുമാരൻ വി ഡി സതീശൻ ഇപ്പോൾ UDF-നെ U-Turn ഡെമോക്രാറ്റിക് ഫ്രണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വന്തം വാക്ക് മാറ്റുന്നതിനൊപ്പം സാക്ഷാൽ സോണിയാഗാന്ധിയുടെ ദേശീയ നിലപാടിനെ വരെ അട്ടിമറിച്ച് സതീശൻ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനകത്ത് പുകയുന്നത് വലിയൊരു അഗ്നിപർവ്വതമാണ്. ആദ്യം നമുക്ക് മദ്യനയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച തൻ്റെ കന്നി ബജറ്റിൽ ബിയറും വൈനും ഒഴികെയുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേക നികുതി ഇളവ് പ്രഖ്യാപിച്ചു. നല്ല കാര്യം. പക്ഷേ പുള്ളി മറന്നുപോയൊരു ഭൂതകാലമുണ്ട്. കൃത്യം 2 വർഷം മുൻപ് 2024 പ്രതിപക്ഷ നേതാവായിരുന്ന ഇതേ വി ഡി സതീശൻ മൈക്കിന് മുന്നിൽ നിന്ന് തൊണ്ട കീറി പറഞ്ഞത് എന്താണെന്നറിയാമോ? വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നത് വൻകിട ഡിസ്റ്റിലറികൾക്ക് കോടികൾ അടിച്ചു മാറ്റാനുള്ള വലിയ അഴിമതിയുടെ പ്ലാനാണെന്നാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എന്നാൽ പുള്ളി എന്ന് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. തെരഞ്ഞെടുപ്പാണല്ലോ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ. കണ്ടല്ലോ, അന്ന് ഇടതുപക്ഷത്തിൻ്റെ മദ്യനയത്തെ എതിർത്ത സതീശൻ ഇപ്പോൾ ഔദ്യോഗികമായി അതേ നയം തന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള വഴിയായാണ് സതീശൻ അതിനെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ ഡിസ്റ്റിലറി അഴിമതിയോ? അതാണ് ആ കസേരയുടെ ഒരിത്. അന്ന് അഴിമതി എന്ന് പറഞ്ഞു, ഭരണത്തിലേറിയപ്പോൾ അത് വികസനമാക്കി. അത്ര സുഖകരമായ പ്രതികരണങ്ങളല്ല വി ഡി സതീശൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ സതീശനെതിരെയുള്ള പടപ്പുറപ്പാടുകൾ തുടങ്ങിയെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എക്സൈസ് മന്ത്രി M. ലിജു കലിപ്പിലാണ്. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നോട് പോലും ആലോചിക്കാതെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെ ചൊടിപ്പിച്ചതിൽ തെറ്റു പറയാനാകില്ല. സതീശൻ പൊട്ടിച്ച അടുത്ത ബോംബ് ചെന്നുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ സോണിയാഗാന്ധിയുടെ നെഞ്ചത്താണ്. വിഷയം കേന്ദ്രത്തിൻ്റെ PM ശ്രീ സ്കൂൾ പദ്ധതി. സാക്ഷാൽ സോണിയാഗാന്ധി 2025 ഏപ്രിലിൽ പത്രത്തിലെഴുതിയ ലേഖനം കോൺഗ്രസിൻ്റെ മുഖമാസികയായ സന്ദേശിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിൽ സോണിയാഗാന്ധി പറയുന്നത് 11 വർഷമായി കേന്ദ്ര സർക്കാർ നടത്തുന്നത് വിനാശകരമായ അധികാര കേന്ദ്രീകരണമാണെന്നാണ്. സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്യാതെ സമഗ്ര ശിക്ഷാ ഫണ്ട് തടഞ്ഞുവെച്ച് PM ശ്രീ പദ്ധതി അടിച്ചേൽപ്പിക്കുകയാണെന്നാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ നിലപാട് PM ശ്രീ പദ്ധതിക്ക് എതിരാണ്. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട കരാറാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നാളെ AICC ഓഫീസിലേക്ക് പത്രക്കാർ മൈക്കും കൊണ്ട് ചെന്ന് ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും കേരളത്തിലെ നിങ്ങളുടെ CM ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചാൽ അവർ എന്ത് മറുപടി പറയും? സതീശൻ്റെ മലക്കം മറിച്ചിലുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളികൾ പലതാണ്. വിശ്വസ്തതയുടെ തകർച്ചയാണ് പ്രധാന പ്രശ്നം. പിണറായി വിജയൻ ചെയ്തത് തങ്ങൾ ആവർത്തിക്കില്ല എന്ന് വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളുണ്ട്. അവരുടെ മുന്നിൽ വാക്കിന് വിലയില്ലാത്ത നേതാവെന്ന ലേബൽ വി ഡി സതീശന് ലഭിക്കാൻ വലിയ താമസമില്ല. ലിജുവിനെ പോലുള്ള സ്വന്തം മന്ത്രിമാർ പിണങ്ങി നിൽക്കുന്നുണ്ട്. സതീശൻ്റെ ഈ ഏകാധിപത്യ ശൈലി കോൺഗ്രസിനകത്തെ KC വേണുഗോപാൽ പക്ഷത്തിനും AI ഗ്രൂപ്പുകൾക്കും സതീശനെ ഒതുക്കാൻ കിട്ടുന്ന വടിയായി മാറും. BJPയുടെ വിദ്യാഭ്യാസ നയത്തെ കോൺഗ്രസ് രാജ്യമെമ്പാടും എതിർക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് CM അത് നടപ്പിലാക്കുന്നത് BJP ദേശീയ തലത്തിൽ വലിയ ആയുധമാക്കും. സോണിയാഗാന്ധിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിക്കുന്ന മുഖ്യമന്ത്രി എന്ന പേര് ഹൈക്കമാൻഡിന്റെ മുന്നിൽ സതീശന്റെ ഗ്രാഫ് ഇടിയാനും കാരണമാകും. ചുരുക്കത്തിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി ഡി സതീശൻ വായിച്ച ആദർശ പുസ്തകത്തിന്റെ താളുകളെല്ലാം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം മറന്നിരിക്കുകയാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണോ സത്യം, അതോ ഇന്നത്തെ മുഖ്യമന്ത്രി പറയുന്നതാണോ സത്യം? സതീശൻ്റെ ഈ U-Turn നയം കോൺഗ്രസിന് എവിടേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.